தமிழன் மக்களே வணக்கம். മൂന്നാർ തൊഴിലാളി സമരം. മൂന്നാറിലെ ആയിരക്കണക്കായ സ്ത്രീ തൊഴിലാളികളെ അടക്കമുള്ള തോട്ടം തൊഴിലാളികൾ കഴിഞ്ഞ 9 ദിവസമായി ചരിത്രം സൃഷ്ടിച്ച ഒരു സമരം രംഗത്താണ്. ഏറ്റവും മിതവും ന്യായവുമായ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അവർ സമരം ചെയ്യുന്നത്. KDHP കമ്പനി ഏകപക്ഷീയമായി 19 നിന്ന് 10% വെട്ടിക്കുറച്ച ബോണസ് പുനഃസ്ഥാപിക്കുകയും അത് 20% നൽകുകയും ചെയ്യുക, ദിവസക്കൂലി 232 നിന്ന് 500 വർദ്ധിപ്പിക്കുക എന്നിവയാണ് തൊഴിലാളികൾ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങൾ. കമ്പനി മാനേജിംഗ് ഡയറക്ടർ പറയുന്നത് ഈ കമ്പനിയുടെ 98% ഓഹരിയും തൊഴിലാളികളുടേതാണെന്നാണ്. അതുകൊണ്ട് 5 കോടി മാത്രം ലാഭമുള്ള കമ്പനിക്ക് 20% ബോണസ് കൊടുക്കാൻ കഴിയില്ലെന്നാണ് സത്യം. ഇതിൽ നിന്ന് ഒരു കാതം ദൂരെയാണ്. തൊഴിലാളികളുടെ പേരെഴുതി വെച്ച് ടാറ്റയുടെ പിണിയാളികളായി നടത്തുന്ന ഒരു തട്ടിപ്പ് കമ്പനിയാണ് കണ്ണൻദേവൻ കമ്പനി. ഇതിന്റെ മാനേജ്മെന്റ് പ്രതിനിധിയായി തൊഴിലാളിയെ തിരഞ്ഞെടുക്കുന്നതും മാനേജ്മെന്റാണ്. ഇവർ പടച്ചു വയ്ക്കുന്ന കണക്കുകളാണ് കമ്പനിയുടെ ലാഭനഷ്ടം തീരുമാനിക്കുന്നത്. മൂന്നാറിലെ തേയിലയാണ് ലോകത്തിലെ ഏറ്റവും ഗുണമേന്മയുള്ള തേയില. കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന തേയിലയുടെ സിംഹഭാഗവും ഇവർ വിൽക്കുന്നത് ടാറ്റയ്ക്കാണ്. ടാറ്റയ്ക്ക് 64 രൂപയ്ക്ക് കമ്പനിയിൽ നിന്ന് വാങ്ങുന്ന തേയില ടാറ്റ വിൽക്കുന്നത് 264 രൂപയ്ക്കാണ്. ഇതാണ് ഇതിന്റെ പിറകിലുള്ള കള്ളക്കളി. പിന്നെ എങ്ങനെ ഈ കമ്പനി ലാഭമുണ്ടാക്കും? ആയിരക്കണക്കിന് തൊഴിലാളികൾ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയാണ് മഞ്ഞും വെയിലും മഴയും സഹിച്ച് ഈ തെരുവീഥികളിൽ തമ്പടിച്ചിട്ടുള്ളത്. ഈ മിതമായ ആവശ്യങ്ങൾ ഉടൻ അംഗീകരിച്ച് സമരം അവസാനിപ്പിക്കാനും മൂന്നാറിനെ സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും സർക്കാർ ഉടൻ നടപടിയെടുക്കണം. KDHP കമ്പനിയെ നിലക്ക് നിർത്താനുള്ള നടപടി സർക്കാർ കൈക്കൊള്ളണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മൂന്നാറിലെ കലുഷമായ അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കുമെന്നാണ് ഞാൻ ആശിക്കുന്നത്. ബോണസ് ഏകപക്ഷീയമായി വെട്ടിക്കുറച്ചതിനെ ഒരു ന്യായീകരണവുമില്ല. കമ്പനി മാനേജർമാർ ലക്ഷങ്ങൾ ഈ ഇനത്തിൽ വാങ്ങുമ്പോൾ പാവപ്പെട്ട തൊഴിലാളിക്ക് കിട്ടുന്നത് തുച്ഛമായ കാശാണ്. അവർ ആവശ്യപ്പെടുന്ന 10% വർധന എന്നത് 3000 രൂപയ്ക്ക് താഴെയാണ് എന്നതാണ് സത്യം. എന്നുമാത്രമല്ല, മാനേജർമാരും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും 10 ലക്ഷം രൂപ വരെ ഡിവിഡന്റ് വാങ്ങിയപ്പോൾ തൊഴിലാളികൾക്ക് കമ്പനി നൽകിയത് വെറും ഒരു ചോറ്റുപാത്രമായിരുന്നു. ഇത് കാടത്തം നിറഞ്ഞ വേതനമാണ്. എന്നിട്ടും ഇവർ പറയുന്നത് കമ്പനി തൊഴിലാളികളുടേതാണെന്നാണ്. ഇതുപോലെ പറന്ന് തിട്ടപ്പെടുത്തുകയും അധിക ഭൂമി
സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്തതോടൊപ്പം അവർക്ക് നൽകിയിരുന്ന ഭൂമി നൽകിയിരിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ വിനിയോഗിക്കുന്നതെന്ന് പരിശോധിക്കുകയും ചെയ്യുക എന്നത് ലക്ഷ്യമിട്ടിരുന്നു. ഇവരുടെ കൈവശമുള്ള ഭൂമി അളന്ന് 57,000-ത്തിലധികമുള്ളത് തിരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് ശുചിത്വവും വൃത്തിയുമുള്ള പാർപ്പിടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് കമ്പനിക്ക് ബാധ്യതയുണ്ട്. ഇവയൊന്നും അവർ ചെയ്യുന്നില്ല. പകരം മാനേജ്മെന്റിനും അവരുടെ പാർശ്വവർത്തികളായ ആളുകൾക്കും വേണ്ടി കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് ബംഗ്ലാവ് പണിയുന്നതിനും അതിൽ പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനും 10,000-കണക്കിന് ശമ്പളം കൊടുത്ത് ഇവർക്ക് വേണ്ടി സിൽബന്ധികളെ നിയമിക്കുന്നതിനുമാണ് കമ്പനി താൽപര്യം. ഇക്കാര്യത്തിലും അടിയന്തര തീരുമാനം ഉണ്ടാവണം. സർക്കാരും കമ്പനിയും തീരുമാനമെടുക്കുന്നിടം വരെ ഞാൻ ഈ സമരക്കാരുടെ കൂടെ തന്നെ ഇരിക്കുന്നതാണ്.